ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ വറുത്തത്. അതിനായിട്ട് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് അവില്, പിന്നെ തേങ്ങ, പിന്നെ ശർക്കര, കപ്പലണ്ടി, ബട്ടർ, പിന്നെ കുറച്ച് വെള്ളം. നമ്മളൊരു പാത്രത്തിലോട്ട് 1 കപ്പോളം അവിലാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് അവില് അതിലോട്ട് തട്ടിയിടുക. പിന്നെ കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള തേങ്ങ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പില്ല, അതിനും കുറച്ചായിട്ട് തേങ്ങ, പിന്നെ കുറച്ചധികം ശർക്കര. ആവശ്യമുള്ളവർ ഇതിനെക്കാട്ടി കൂടുതൽ ഇടാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ. പിന്നെ വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാത്രം അതൊന്ന് കുതിർത്തെടുക്കാം. അതെല്ലാം നമുക്ക് നല്ല രീതിക്ക് ഒന്ന് വെള്ളം നനച്ച് കുതിർത്ത് കൊടുക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലപോലെ ആ അവിലൊന്ന് നനയണം. നല്ലപോലെ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് സെറ്റായിട്ട് എടുക്കാൻ പറ്റൂ. നല്ലപോലെ വെള്ളം ഒഴിച്ച് അതൊന്ന് നനച്ച് ഒരു 5 മിനിറ്റത്തോളം നമുക്ക് വെക്കാം. അന്നേരം ഈ ശർക്കരയൊക്കെ ഇച്ചിരി കട്ട പോലെ കിടപ്പുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അത് അരിഞ്ഞിടാം, കുഴപ്പമില്ല. പക്ഷേ അരിഞ്ഞിടാതെ തന്നെ നമുക്ക് ബട്ടറിലിട്ട് ഒന്ന് വാട്ടുമ്പോഴത്തേക്ക് അതൊന്ന് അലിഞ്ഞു പൊക്കോളും. അതിനോട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കത് എടുക്കാം. ആദ്യം മേടിച്ചതിന് ചട്ടി വെച്ച് അതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ അളവോളം ബട്ടർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ബട്ടർ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് അലിയിച്ചെടുക്കുക. ലോ ഫ്ലെയിം മതി, തീ കൂട്ടിക്കഴിഞ്ഞാൽ തീ കയറിപ്പോവും. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ മാത്രമാണ് നമ്മളിട്ട് ഒന്ന് അലിയിച്ചെടുക്കുന്നത്. നല്ലപോലെ അലിഞ്ഞതായിട്ട് കാണുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കപ്പലണ്ടി ചേർത്ത് നോക്കാം. കപ്പലണ്ടി ചേർക്കുമ്പം ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. നമുക്ക് ഇവിടെ കുറച്ചധികം നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മളത് മൊത്തം നല്ല രീതിയിൽ ലൈറ്റ് കളർ ആവുന്നവരെ അതൊന്ന് മൂപ്പിച്ചെടുക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കരിഞ്ഞു പോവാതെ അതൊന്ന് ലൈറ്റ് കളർ ആവുന്നവരെ മതി. ലൈറ്റ് കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അത് കോരി മാറ്റിയതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, കപ്പലണ്ടി ഒന്നും ഇതേപോലെ വറുത്ത് വരെ വെക്കുന്നത്. കപ്പലണ്ടി ഇതേപോലെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ വന്ന് ഇസ്കി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ പെട്ടെന്ന് തന്നെ അവിലിന്റെ പരിപാടികൾ നോക്കുകയാണ്. അതേ ബട്ടറിലാണ് നേരത്തെ നമ്മൾ കപ്പലണ്ടി എടുത്ത് അതേ ബട്ടറിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അവില് തട്ടി അതൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയ മീൻസ് അതൊന്ന് ബ്രൗൺ ആയി അതൊക്കെ ഒന്ന് വിട്ട് വരുന്നവരെ നമ്മൾ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളത് ഈ അവില് മൂപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടായിരിക്കണം അത് മൂപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നല്ലപോലെ മൂപ്പിച്ച് അതെല്ലാം ഒന്ന് വിട്ട് ബ്രൗണിഷ് കളറായി വരണം. ഇതാണ് നമ്മുടെ അളവ്. ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നൈസായിട്ടുള്ള ഒരു ലൈറ്റ് കട്ടൻ ചായ എടുത്ത് അതിന്റെ കൂടെ ലെമൺ സ്ലൈസ് ചെയ്തിട്ട് ലെമൺ ചേർക്കി കഴിഞ്ഞാൽ അടിപൊളി. അതിന്റെ കൂടെ അവില് സൂപ്പർ അടിപൊളി.